ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എന്താ പറയുക, അന്ന് മസ്കറ്റ് പോയപ്പോൾ എടുത്ത ഒരു വേറെ ഒരു മസ്കറ്റിൻ്റെ ചെറിയൊരു സിറ്റി. അതായത് മസ്കറ്റിലെ മെയിൻ സിറ്റിയാണ് റോവി. റോവിയിലൂടെ അങ്ങനെ കറങ്ങിയപ്പോൾ ജസ്റ്റ് എടുത്ത വീഡിയോ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടോയെന്നറിയില്ല. ഡോൾഫിൻ പോയിൻറ്റും പിന്നെ നമ്മൾ സൂറിലേക്ക് പോകുമ്പോഴുള്ള അതായത് 2 സൈഡും മലകളായിട്ട് ഉള്ള റോഡിലൂടെ പോയപ്പോഴുള്ള കാഴ്ച അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുമ്പോൾ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ഇതൊക്കെ ദുബായിലുള്ള ബ്രിഡ്ജിൻ്റെ ആ ഭാഗങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ ദുബായിലുള്ള ഒരു ഇതുണ്ട് എന്തായാലും മസ്കറ്റിന് ചെറുതായിട്ട് കേട്ടോ, ഓവറൊന്നുമില്ല, ചെറുതായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. കാരണം നമ്മളെ ഭാഗത്തൊന്നും അത്ര വലിയ ബ്രിഡ്ജ് കാര്യങ്ങൾ റോഡ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ചെറിയൊരു സിറ്റിയാണ്. അപ്പോൾ മസ്കറ്റിലെ മെയിൻ സിറ്റിയാണ് റൂവി. അപ്പം റൂവിയിലൂടെ അങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, നമ്മൾ നമുക്കൊക്കെ ഇങ്ങനെ ഭാഗ്യമുണ്ട്. പക്ഷേ കുറേ ആൾക്കാരുണ്ട് പുറത്ത് പോകാൻ പറ്റാതെ അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഞാൻ ഇടുന്നത്. പിന്നെ പറ്റുന്നവർ കാണാനില്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട. ഇത് കണ്ടോ, ഇത് നമ്മളെന്താ പറയുക, ദുബായിൽ പിന്നെ ധേര, അതേപോലെ തന്നെ ഷാർജയിലുള്ള റോളയിലൊക്കെ പോകുന്ന ആ ഒരു ഭാഗം പോലെ ആ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കങ്ങനെ റോളയിലൊക്കെ പോയിട്ടുള്ള നമ്മൾ റോളയിലൊക്കെ കുറേ നടന്നിട്ട് കുറേ പർച്ചേസിങ്ങിനൊക്കെ പോകലുണ്ടായിരുന്നു. ആ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഭാഗം കാണുന്നത്. അല്ലെങ്കിൽ ധേരയിൽ പോയിട്ടുള്ള ആ ഒരു ഫീലിംഗ് വന്നിട്ടോ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇങ്ങനെ ചില ഭാഗങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി. ഈ ഭാഗമൊക്കെ എനിക്ക് എന്താ പറയുക, നമ്മൾ ഷാർജയിൽ ഒരുപാട് നടന്ന് നമ്മൾ റോളയിലൊക്കെ പോയി. നമ്മൾ കാശ്മീരിലായിരുന്നു. റോളയിലേക്കൊക്കെ ഞാനും നമ്മളെ നെയ്ബറുണ്ട് റാബത്ത്, അവരൊക്കെ കൂടെ നമ്മളെപ്പോഴും നടന്നിട്ടൊക്കെ പോകാറുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ, ഒക്കെ മിസ്സാവുന്നുണ്ട്. അപ്പം എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പം എന്താ ഒരുപാട് പേരിങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണാനും കാഴ്ചകൾ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനത്തെ ബ്രിഡ്ജുകളൊക്കെ കുറേ ദുബായിലുണ്ട്. ബിൽഡിങ്ങൊക്കെ കണ്ടോ, ഒരുപാട് അത്ര കുറേ ഓവർ. ഇപ്പോൾ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങാണ്. പക്ഷേ ഇവിടെ വലുതുണ്ട്, പിന്നെ ഓവർ വലുപ്പമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഇതൊക്കെ കണ്ടോ. അതൊക്കെ ദുബായിൽ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഷാർജയിലുണ്ട് ഇങ്ങനത്തെ ബ്രിഡ്ജ്. അങ്ങനെയൊക്കെ ഒരു ഫീല് വന്ന് അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കാൻ വെച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ യാത്രകളൊക്കെ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഒരുപാട് യാത്രകൾ ചെയ്യാനും ഒക്കെ ആഗ്രഹങ്ങളുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ, ഈ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബിൽഡിങ്ങൊക്കെ കണ്ടോ. പിന്നെ വേറെന്താ പ്രത്യേകിച്ചിട്ട് ഇപ്പം എന്താ പറയുക. പക്ഷേ എവിടെ നോക്കിയാലും ഒമാനിൽ മലകളുണ്ടാവും കേട്ടോ. മലകൾ ഏത് ഭാഗത്തും ഉണ്ടാവും. ഏത് ടൗൺ സിറ്റി ആയാലും മലകളുണ്ടാവും. ഇപ്പോൾ ഈ ബ്രിഡ്ജൊക്കെ ആണെങ്കിലും അതിൻ്റെ അപ്പുറത്തൊക്കെ മലകളൊക്കെ കാണാം. പക്ഷേ നമ്മുടെ ദുബായിൽ നോക്കിയാൽ കാണൂല. പിന്നെ ഫുജൈറ, റാസൽ ഖൈമ അങ്ങനത്തെ ഭാഗങ്ങളിൽ പോയാലേ നമുക്ക് മലകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ നല്ല ഇതാണ്, മലകളാണ്. അപ്പം എന്താ പറയുക, വലിയ ബിൽഡിങ് കണ്ടോ. ചില ഭാഗങ്ങളൊന്നും അത്ര വലിയ ഹൈറ്റൊന്നുമില്ല. ബിൽഡിങ്ങിനൊക്കെ ഒരു 5, 6, 7 ഒക്കെ ഫ്ലോറായിട്ട് വരുന്നുള്ളൂ. ചില ഭാഗങ്ങളിൽ നല്ല ഇതുണ്ട് കേട്ടോ. ഞാൻ പിന്നെ മൊത്തം സിറ്റി എടുത്തിട്ടില്ല. മസ്കറ്റ് സിറ്റി അത്യാവശ്യം വലിയ സിറ്റി കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ഇതാണോ സിറ്റി എന്ന്, പക്ഷേ അത്യാവശ്യം നല്ല വലിയ സിറ്റി തന്നെയാണ്. ഓരോ ഭാഗങ്ങളിലും ഉണ്ട് സിറ്റി. നമ്മൾ നിന്ന ഭാഗം വേറെയാണ്. അവിടെ നല്ല അത്യാവശ്യം നല്ലൊരു ഏരിയ ആയിരുന്നു. പക്ഷെ അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ ബ്രിഡ്ജുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ദുബായിയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, അത്യാവശ്യം നല്ല വലിയ സിറ്റി തന്നെയാണ് മസ്കറ്റ്. ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒമാനായി, ദുബായായി, അങ്ങനെ കുറേ കൺട്രീസുണ്ട്. എല്ലാ കൺട്രീസിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി.
നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കാം. ബൈ.